വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികൾ ശ്രവിച്ച് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാറിൻ്റെ തൂലികയിലൂടെ ഭഗവാന് പാദകാണിക്കയായി സമർപ്പിക്കുന്നു ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ. സമ്പൂർണവും സമഗ്രവുമായ ഈ ചരിതം തുടക്കം മുതൽ ശ്രവിച്ച് എല്ലാവർക്കും സുഹൃത്തുക്കളാകുവാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇനി ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ, അധ്യായം 1, ഭാഗം 3. ജൂതമതത്തിൻ്റെ തത്വം. ഏകദൈവ വിശ്വാസമാണ് ജൂതമതത്തിൻ്റെ തത്വം. ആദ്യകാലത്ത് യഹൂദർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അവരുടെ ദേവഗണങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു യഹോവ. എന്നാൽ പിൽക്കാലത്ത് യഹോവയെ മാത്രം ദൈവസ്ഥാനത്ത് കൊണ്ടുവന്ന് ബഹുദൈവാരാധന നിർത്തലാക്കി. യഹൂദർ വിശ്വസിക്കുന്നത് മോശയാണ് അവസാനത്തെ പ്രവാചകൻ എന്നാണ്. സിനായി മലയുടെ മുകളിൽ വെച്ച് യഹോവ മോശയ്ക്കാണ് 10 കൽപ്പനകൾ നൽകിയത്. പിൽക്കാലത്ത് യഹൂദ മതത്തിൽ ചില പ്രവാചകരെത്തി വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. എലീജ, ആമോസ്, യേശായ, ജെരമ്യ എന്നിവരാണ് ഈ പ്രവാചകർ. എല്ലാവരും പറഞ്ഞത് ഒരേ ഒരു കാര്യം: യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല. യഹോവ അഖില പ്രപഞ്ചത്തിൻ്റെയും നായകനാണ്. നന്മയുടെ കേന്ദ്രവും അവൻ തന്നെ. ആചാരാനുഷ്ഠാനങ്ങൾക്ക് യഹോവ വില കൽപ്പിക്കുന്നില്ല. പകരം മനുഷ്യർ മർദ്ദിതരെ ആശ്വസിപ്പിക്കാനും നീതിപരമായ ജീവിതം നയിക്കാനും വിധവകളെ സഹായിക്കുവാനും ശ്രദ്ധിക്കുവിൻ എന്നാണ് യഹോവയുടെ ആജ്ഞ. എന്നാൽ പിൽക്കാലത്ത് യഹൂദമതത്തിൽ വീണ്ടും ബഹുദൈവാരാധന കടന്നുവന്നു. അവർ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ബാധിച്ച ജനതയായി മാറി. വീണ്ടും പരിഷ്കരണങ്ങൾ നടത്തി ഒടുവിൽ അവർ റബ്ബിനീയത ജൂതമതം എന്ന പേര് സ്വീകരിച്ചു. റബ്ബാം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റബ്ബി മോഷെ ബെൻ മൈമൂൺ രൂപം കൊടുത്ത 13 തത്വങ്ങളാണ് ജൂതമതത്തിൻ്റെ അംഗീകൃത തത്വം. 1. യഹോവ ലോകം സൃഷ്ടിച്ചു. 2. യഹോവ ഏകനാണ്. 3. യഹോവ നിരാകാരനാണ്. 4. യഹോവ ആദിയും അന്തവുമാണ്. 5. യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. 6. യഹോവ അയക്കുന്ന പ്രവാചകർ പറയുന്നത് അംഗീകരിക്കണം. 7. യഹോവ സിനായി കുന്നിൽ വെച്ച് മോശയ്ക്ക് തോറ എന്ന തത്വം വെളിപ്പെടുത്തി. 8. യഹോവയുടെ നിയമമാണ് തോറ. അതിന് കാലം ചെല്ലുമ്പോൾ മാറ്റമുണ്ടാവില്ല. 9. യഹോവ മനുഷ്യ മനസ്സിലെ എല്ലാ ചലനങ്ങളും അറിയുന്നു. 10. നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക് രക്ഷയും അനുസരിക്കാത്തവർക്ക് ശിക്ഷയും നൽകുന്നു. 11. മരിച്ചവരെ അവൻ ഒരു നാൾ പുനരുജ്ജീവിപ്പിക്കും. 12. അന്ത്യത്തിൽ ഒരു രക്ഷകൻ വരും. 13. ഏറ്റവും മഹാനായ പ്രവാചകൻ മോശയാണ്. ഈ നിയമങ്ങൾ ജൂതന്മാർ അനുസരിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ഇവയ്ക്കനുസരിച്ച് ജീവിക്കണം. ഇതാണ് യഹൂദരുടെ 13 തത്വങ്ങൾ. ജൂതന്മാരുടെ വേദപുസ്തകം തോറയാണ്. പിൽക്കാലത്ത് തോറയുടെ 5 പുസ്തകങ്ങൾ ക്രിസ്തുമതം രൂപീകരിച്ച യേശുവിൻ്റെ ശിഷ്യന്മാർ പഴയ നിയമം എന്ന പേരിൽ ബൈബിളിൻ്റെ ഭാഗമായി സ്വീകരിച്ചു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം എന്നിവയാണ് തോറയിൽ നിന്ന് ക്രിസ്തുമതക്കാർ സ്വീകരിച്ചത്. തോറ എന്ന ഗ്രന്ഥത്തിലുള്ളതെല്ലാം മോശയ്ക്ക് യഹോവ പറഞ്ഞുകൊടുത്ത കാര്യങ്ങളാണ്. സിവിൽ നിയമങ്ങൾ, ആരോഗ്യരക്ഷ, ആഹാര രീതികൾ എന്നിവയെക്കുറിച്ചും തോറയിൽ നിയമങ്ങളുണ്ട്. താൽമൂഡ് എന്ന യഹൂദ ഗ്രന്ഥം സിവിൽ നിയമങ്ങളും പരമ്പരാഗത അനുഷ്ഠാനങ്ങളും അവയുടെ ആഖ്യാനങ്ങളും അടങ്ങിയ ഗ്രന്ഥമാണ്. മിഷ്ന, ഗമര എന്നിങ്ങനെ 2 ഭാഗങ്ങൾ താൽമൂഡ് എന്ന ഗ്രന്ഥത്തിനുണ്ട്. യഹൂദ മതത്തിൻ്റെ നിയമസംഹിതകൾ ഡ്യൂട്ടറോണമിക കോഡ് എന്നറിയപ്പെടുന്നു. ഔദാര്യം, ദാക്ഷിണ്യം,
സമഭാവന എന്നിവയാണ് ഈ നിയമസംഹിതയിൽ പറയുന്ന ഗുണങ്ങൾ. ദരിദ്രരോടും അടിമകളോടും ദീനാനുകമ്പ, അപരിചിതരോട് ദാക്ഷിണ്യം എന്നിവ പുലർത്താൻ നിയമം അനുശാസിക്കുന്നു. ക്രിസ്തുമതത്തിന്റെ അസ്ഥിവാരം ഈ യഹൂദമതവും അതിന്റെ നിയമങ്ങളുമാണ്. എന്നാൽ യഹൂദമതത്തിൽ നിന്നുണ്ടായ ക്രിസ്തുമതക്കാർ യഹൂദരെ അംഗീകരിക്കില്ല. യഹൂദർ ക്രിസ്തുവിനെയും ക്രിസ്തുമതത്തെയും അംഗീകരിക്കില്ല. പല മതസാരവും ഏകമെന്ന് മഹാഗുരു വെറുതെ കൽപ്പിച്ചതല്ല. യഹൂദമതത്തിന്റെ തത്വങ്ങളെല്ലാം തന്നെ ശാന്തിയും സമാധാനവും സുഖവും നിറഞ്ഞ ജീവിതം പുലർത്താനാണ്. അത് യുദ്ധത്തിനായി ആഹ്വാനം ചെയ്യുന്നില്ല. അതാണ് എല്ലാ മതങ്ങളും മനുഷ്യ നന്മയെ ലക്ഷ്യമാക്കി സ്ഥാപിച്ചതാണ് എന്ന് ഗുരു മൊഴിയുന്നതിൻ്റെ രഹസ്യം. മറ്റു മതങ്ങളുടെ ചരിതവും തത്വവും കേൾക്കുമ്പോൾ സാധക നിനക്ക് ഗുരുമൊഴിഞ്ഞ മതസാര രഹസ്യം കൂടുതൽ വ്യക്തമാകും. അത് വ്യക്തമായി ബോധത്തിൽ തെളിയേണ്ട രഹസ്യമാണ്. പലമതസാരവും ഏകമെന്ന രഹസ്യമാണ് ലോക സമാധാനത്തിനായി ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ഔഷധം. മനുഷ്യൻ ഭേദചിന്ത കൊണ്ട് സ്വയം അജ്ഞനായിരിക്കുന്നതിനാൽ ഈ പരമരഹസ്യം അറിയുന്നില്ല. അവർ കലഹിച്ചും കൊന്നൊടുക്കിയും മതങ്ങളുടെ പേരിൽ ലോകത്തിന് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നു. ലോകത്തെ മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു. ഇനിയും ഇതൊക്കെ തുടരാൻ അനുവദിക്കരുതെന്ന് ഗുരുഹൃദയം ആജ്ഞ പുറപ്പെടുവിക്കുന്നു. അതിനാൽ ലോകത്തെ മറ്റു മതങ്ങളെ കൂടി നാം പഠിക്കണം. ജൂതർ ഇന്നും നിലനിൽപ്പിനായി യുദ്ധം ചെയ്യുകയാണ്. അവരുടെ ചരിത്രം മുഴുവൻ യുദ്ധവും ചോരയും കൊണ്ട് നിറഞ്ഞതാണ്. അത് ഒരു ശാപം പോലെ ആ ജനത പേറുന്നു. ഇപ്പോൾ ഇസ്ലാമാണ് അവരുടെ പ്രമുഖ ശത്രു. പോരു ജയിപ്പത് അസാധ്യമെന്ന അറിവ് ഈ രണ്ടു കൂട്ടർക്കും ലഭിക്കേണ്ടിയിരിക്കുന്നു. അവർക്കു മാത്രമല്ല, ലോകത്തെ എല്ലാ മതവിശ്വാസികൾക്കും ഭേദചിന്തയില്ലാത്ത അറിവ് ലഭിക്കണം. ശ്രീമദ് നാരായണ ഗുരുപുരാണം ഈ മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പരമാത്മാവിൻ്റെ കൽപ്പന പ്രകാരം രചിക്കപ്പെടുന്നത്. അതിനാൽ ആത്മസാധക ജാഗ്രത വിടാതെ തുടർന്ന് കേൾക്കൂ. ഇനി ഞാൻ ഇറാൻ എന്ന ദേശത്തുണ്ടായ സ്വരാഷ്ട്രീയ മതത്തെക്കുറിച്ച് പറയാം. ഇത്രയും കഥകൾ പറഞ്ഞു തന്നിട്ട് ശുഗബാലിക ഇമ്പമാർന്ന സ്വരത്തിൽ പരമഗുരുവിനെ സ്തുതിച്ചു. ജയ ജയ ലോക സുഖാമൃതമൂർത്തെ, ജയ ജയ സത്യസനാതനമൂർത്തെ, ജയ ജയ കൽമശനാശനമൂർത്തെ, ജയ നാരായണമൂർത്തെ സദ്ഗുരു. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാകാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമസ്തേ.